Hi everyone. Today our topic is fixed assets turnover ratio and working capital turnover ratio. Fixed assets turnover ratio, like we all know, a business enterprises purchase fixed assets for carrying out their business, right? So fixed assets illade business they can't make any sales, they can't make any profits. സോ സെയിൽസ് ആണ് എത്രത്തോളം ഫിക്സഡ് അസറ്റ്സ് ആണ് ബിസിനസ്സിൽ യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലേ. ദ സെയിൽസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ അസറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ബിസിനസ്. സോ ഫോർ നോയിങ് വെദർ ദ ഫിക്സഡ് അസറ്റ്സ് ആർ എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്, fixed assets turnover ratio is used by the corporates. So fixed assets turnover ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it establishes a relationship between ഏത് രണ്ട് കമ്പോണൻസ് ആയിരിക്കും, നെറ്റ് സെയിൽസും ഫിക്സഡ് അസറ്റ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ്സ് അത് ദെൻ ടേൺ ഓവർ സെയിൽസ്. അപ്പോൾ നെറ്റ് സെയിൽസും നെറ്റ് ഫിക്സഡ് അസറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തിനു വേണ്ടിയിട്ട്, വെദർ ദ ഫേം ഈസ് യൂട്ടിലൈസിങ്, ഫിക്സഡ് അസറ്റ്സ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അവർക്ക് സെയിൽസിൽ എത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ ഫോർമുല വന്നിട്ട് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്നാണ് പറയുന്നത്. സോ കമ്പോണൻസ് വരാണെങ്കിൽ ദർ ആർ 2 കമ്പോണൻസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. ഒന്ന് നെറ്റ് സെയിൽസ്, 2 നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. സോ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിക്സഡ് അസറ്റ്സിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ള അസറ്റിനെയാണ് നമ്മൾ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നമ്മൾ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പാടില്ല, ഫിക്സഡ് അസറ്റ്സിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അതിന് കാരണം എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഫിക്സഡ് അസറ്റ് ആണെന്ന് പറയുമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും സെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിന് സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് how effectively the fixed assets are utilized. So the ratio is calculated in determining to what extent the investment in fixed assets has been achieving its objectives of generating sales. So എത്രത്തോളം എക്സ്റ്റെൻഡ് വരെ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു കമ്പനിക്ക് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൗ എഫക്റ്റീവ്ലി ദ ഫിക്സഡ് അസറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ആൻഡ് ടു ഡിറ്റർമൈൻ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് ഹാസ് ബീൻ അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഓഫ് ജനറേറ്റിംഗ് ദ സെയിൽസ്. So interpretation എഴുതുമ്പോൾ how can we write the interpretation? A higher ratio indicates better utilization of the fixed assets and a lower ratio indicates underutilization of the fixed assets in generating the sales. So now നമുക്കൊരു പ്രോബ്ലം ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ ചെയ്ത് നോക്കാം so that you can get an idea. So calculate fixed assets turnover ratio. ഇതിൻ്റെ പ്രോബ്ലം വന്നിട്ട് calculate fixed assets turnover ratio. Fixed assets at cost, that is 2,40,000 തന്നിട്ടുണ്ട്. ദെൻ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വന്നിട്ട് നമുക്ക് 40,000 തന്നിട്ടുണ്ട്. ദെൻ ഗ്രോസ് സെയിൽസ് വന്നിട്ട് 12,50,000 തന്നിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺസ് വന്നിട്ട് 50,000 തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 1,50,000 തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ അതിൻ്റെ ഫോർമുല എഴുതാം. എന്താണ് ഫോർമുല? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. സോ ഇത് രണ്ടുമാണ് അതിൻ്റെ കമ്പോണൻസ്. സോ നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ. രണ്ടും തന്നിട്ടുണ്ടല്ലോ, 2,40,000. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് നെറ്റ് ഫിക്സഡ് അസറ്റ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്യുന്നു. സോ ആദ്യം നെറ്റ് സെയിൽസ് 12,50,000 നിന്നും 50,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 12 lakh കിട്ടുന്നു. അതാണ് നമ്മുടെ നെറ്റ് സെയിൽസ്. ദെൻ നെറ്റ് ഫിക്സഡ് അസറ്റ്സ്, that is fixed assets less depreciation,
2,40,000 മൈനസ് 40,000 2 lakh കിട്ടുന്നു. സോ 12 lakh ഡിവൈഡഡ് ബൈ 2 lakh 6 ടൈംസ് ആണ് നമ്മളുടെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. സോ ഇൻ്റർപ്രിട്ടേഷനാണ് ഇനി അടുത്ത് എഴുതേണ്ടത്. ഇൻ്റർപ്രിട്ടേഷന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഹയർ ദാൻ ദ സ്റ്റാൻഡേർഡ് റേഷ്യോ. സോ ഒരു ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ് ആണ് ആ ഒരു കമ്പനിയിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ? I think you are very well clear about the fixed assets turnover ratio. ഫിക്സ്ഡ് അസറ്റ്സ് തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, ഗ്രോസ് സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺസ് തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നേക്കണത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലം. ഇൻവെസ്റ്റ്മെൻറ്റ് തരുമ്പോൾ ഒരിക്കലും നമ്മൾ എന്തിലെടുക്കാൻ പാടില്ല? ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോയിൽ എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ഫിക്സഡ് അസറ്റ്സ് ബിക്കോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡു നോട്ട് അഫക്റ്റ് സെയിൽസ്. സോ ഫിക്സഡ് അസറ്റ്സ് 2,40,000 തന്നെയാണ്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? നെറ്റ് ഫിക്സഡ് അസറ്റ്സ് കിട്ടുന്നു. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടുന്നു. സോ അങ്ങനെ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോയിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റുന്നു. സോ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് വന്ന് പഠിക്കാനുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ്. സോ അത് നമുക്ക് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. കറണ്ട് അസറ്റ്സ് വിൽ ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ സെയിൽസ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിലേറ്റഡ് വിത്ത് സെയിൽസ്. So the relation between sales and working capital is called working capital turnover ratio. And this ratio shows how many times the working capital is turned over. Turned over എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Rotated to generate sales. So കറണ്ട് അസറ്റ്സ് സെയിൽസിൻ്റെ ചേഞ്ചസിന് അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഫ്ലക്ച്വേഷൻസിൻ്റെ ഒരു കാരണമാണ്. സോ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെറ്റ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. സോ ഒരു സെയിൽസിൻ്റെയും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ ആണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. സോ എത്രത്തോളം ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റലാണ് സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. സോ ഫോർമുല ഈസ് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. Sometimes the cost of the sale is taken instead of sales. So components പറഞ്ഞു കഴിഞ്ഞാൽ there are two components of working capital turnover ratio. They are net sales, working capital. ഇപ്പോൾ നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ ടോട്ടൽ സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? സെയിൽസ് റിട്ടേൺ കുറയ്ക്കണം. ടോട്ടൽ സെയിൽസ് പറഞ്ഞാൽ നമുക്കറിയാം ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസിനെയാണ് നമ്മൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്ത് കിട്ടുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്, അല്ലേ? to means the revenue generated from every investment made in the form of working capital. So advantages and disadvantages നോക്കുകയാണെങ്കിൽ it ensures smooth functioning of the operation of business. And it eliminates the requirement of additional funds, and it helps to ease the business expansion. It gives competitive edge for its peers. So working capital is such advantages are given to the company. Though the components, we know that there are two components, that is net sales and average working capital. Then the standard or ideal working capital turnover ratio is 7 or 8 times. Generally 7 അല്ലെങ്കിൽ 8 ആണ് നമ്മൾ ഐഡിയൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. സോ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ എഫക്റ്റീവ്ലി യൂട്ടിലൈസേഷൻ ഇൻ മേക്കിംഗ് സെയിൽസ്, അത് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ. അപ്പോൾ ഹയർ ആണ് റേഷ്യോ എങ്കിൽ ഹയർ എഫിഷ്യൻസിയാണ് കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. ലോവർ റേഷ്യോ ആണെങ്കിൽ ലോവർ എഫിഷ്യൻസി ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. So generally higher the ratio, better is the utilization of the working capital. That means lower investment മതി for volume of the sales.
but a very high ratio indicates over trading. So there is inadequacy of working capital to support increasing the volume of sales. A low ratio indicates under trading. High ratio over trading ആയിട്ടും ലോ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ട്രേഡിംഗ് ആയിട്ടും പറയും. അതുകൊണ്ട് ഒരു മിഡിൽ നിൽക്കുന്നതാണ് നല്ലത്. ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 7 or 8 times എന്നാണ് പറയുന്നത്. സോ ഇനിയൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ യു ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ working capital, how to calculate the working capital turnover ratio. So problem, calculate the working capital turnover ratio from the following information. നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് 5,75,000 ആണ്. സെയിൽസ് റിട്ടേൺസും തന്നിട്ടുണ്ട് 50,000. സോ നമുക്ക് നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാമല്ലോ. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റലും കിട്ടും. സോ അതിൽ നിന്ന് നമുക്ക് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ്? നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. സോ നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. സോ നമുക്ക് 5,60,000 ഡിവൈഡഡ് ബൈ 80,000 നമുക്ക് 7 times ആണ് ഇവിടെ എന്ത് കിട്ടിയത്? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കിട്ടിയത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറച്ചപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടി 5,60,000. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്താൽ മതി. സോ നമുക്ക് 80,000 ആണ് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് കിട്ടി. സോ ഇനി എന്ത് കണ്ടുപിടിക്കാം? ടേൺ ഓവർ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 5,60,000 ഡിവൈഡഡ് ബൈ 80,000, that is 7 times. അപ്പോൾ 7 times ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വരിക. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ എഴുതുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റൊട്ടേറ്റഡ് 7 times ഓൺ ആൻ ആവറേജ് ടു ജനറേറ്റ് സെയിൽസ്. സോ ഐഡിയൽ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 അല്ലെങ്കിൽ 8 ആണ്. സോ നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ദ സ്റ്റാൻഡേർഡ് ഐഡിയൽ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ this is all about working capital turnover ratio. Current assets will changes in the sales. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിലേറ്റഡ് വിത്ത് സെയിൽസ് നമ്മൾ പഠിച്ചു. ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മനസ്സിലാക്കുവാനാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. ഒന്ന് സെയിൽസും മറ്റൊന്ന് വർക്കിംഗ് ക്യാപിറ്റലും. നെറ്റ് സെയിൽസും വർക്കിംഗ് ക്യാപിറ്റലും. നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. So working capital turnover ratio indicates whether the working capital is effectively utilized in making the sales, and it measures the working capital management. So generally higher ratio ആണെങ്കിൽ better utilization of working capital ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ബട്ട് എ വെരി ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഓവർ ട്രേഡിങ്. സോ ഒരുപാട് ഹൈ റേഷ്യോ ആയിക്കഴിഞ്ഞാൽ അത് ഓവർ ട്രേഡിംഗ് ആണെന്ന് പറയും. ഐഡിയൽ സ്റ്റാൻഡേർഡ് ഈസ് 7 അല്ലെങ്കിൽ 8 ആണ്. So a low ratio indicates the under trading. So working capital is not effectively used in generated sales എന്ന് നമുക്ക് എഴുതാൻ പറ്റും. I think you are very well clear about how to calculate the working capital turnover ratio and the fixed assets turnover ratio. Fixed assets turnover ratio formula is net sales divided by net fixed assets. Okay, thank you all. Have a nice day.